ഏറ്റവും മഹനീയമായ ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അജയ് ഘോഷ് അവർ, KPMSൻ്റെ ഏറ്റവും കരുത്തനായ നേതാവ് ജനറൽ സെക്രട്ടറി ശ്രീ പൊന്നല ശ്രീകുമാർ, ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ മുഖ്യമന്ത്രി, പ്രിയപ്പെട്ട റവന്യൂ മന്ത്രി കെ രാജൻ, പ്രിയങ്കരനായ ശ്രീ കെ സുരേന്ദ്രൻ അവർ, വിനോദ് MLA, ശ്രീ അഖിൽ ദാമോദരൻ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, KPMSൻ്റെ ഇത്തരമൊരു മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വിളിച്ചതിന് ആദ്യമേ തന്നെ ഭാരവാഹികളോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്ടിൽ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ തിരികൊളുത്തിക്കൊണ്ട് നവോത്ഥാന കാലഘട്ടം രചിച്ചതിൽ നിർണായകമായ പങ്കുവഹിച്ചൊരു പ്രസ്ഥാനമാണ് KPMS. നമുക്കറിയാം, ഇവിടെ ശ്രീ ശ്രീകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ നഗരം നാടിന് സംഭാവന ചെയ്ത പണ്ഡിറ്റ് കറുപ്പനും അതുപോലെ തന്നെ ചാത്തൻ മാസ്റ്ററും ഒക്കെ തന്നെ നേതൃത്വം കൊടുത്ത ഈ മഹത്തരമായ പ്രസ്ഥാനത്തിൻ്റെ വഴികൾ ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. മഹാത്മാ അയ്യങ്കാളിയുടെ കാലഘട്ടം നമുക്കറിയാം. ഇന്ന് കാണുന്ന കേരളം ഉണ്ടാകുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് അദ്ദേഹം വഹിച്ചു. വില്ലുവണ്ടി വിപ്ലവത്തിലൂടെ റോഡിലൂടെ നടന്നു പോകാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്നൊരു കാലത്ത്, മറക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്നൊരു കാലത്ത് വില്ലുവണ്ടി യാത്ര നടത്തി വെല്ലുവിളിച്ച് സാമൂഹ്യ മാറ്റത്തിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള കാഹളം മുഴക്കിയ ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ കാണായ ഭാഗം മുഴുവൻ ഞാൻ കള നട്ട് പ്രശ്നമാക്കും എന്ന് പറയത്തക്കവണ്ണം വിപ്ലവത്തിൻ്റെ ഏറ്റവും ശക്തമായ ജ്വാലക ആ കാലഘട്ടത്തിൽ കണ്ടു. അപ്പോൾ കേരളത്തിൻ്റെ സമോത്ഥാന ചരിത്രവും സാമൂഹിക ചരിത്രവും നമ്മൾക്ക് കാണിച്ചു തരുന്നത് KPMSനെ പോലുള്ള സംഘടനകൾ, അയ്യങ്കാളിയെ പോലെയുള്ള, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ഒക്കെയുള്ള ചരിത്രപുരുഷന്മാരാൽ നവോത്ഥാനത്തിൻ്റെ ശക്തമായ വഴികളിലൂടെ പോയ നാട്ടിലെ നമുക്കറിയാം. മഹാനായ അംബേദ്കറെ കുറിച്ചുള്ള സൂചിപ്പിക്കുകയുണ്ടായി. I am waiting for a visa. ഡോക്ടർ അംബേദ്കറുടെ ആത്മകഥയാണ്. 1935 കാലഘട്ടത്തിലാണ് അദ്ദേഹം എഴുതിയത്. ഐ ആം വെയിറ്റിംഗ് ഫോർ വിസ എന്ന് അംബേദ്കർ എഴുതാൻ ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് കാരണമുണ്ടായതെന്ന് നോക്കിയാൽ അദ്ദേഹം മഹാത്മാഗാന്ധിയുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയെ പറയുന്നുണ്ട്. ഞങ്ങളുടെ സമൂഹത്തിന് സ്വന്തമായി വീടില്ല, സ്വന്തമായി നാടില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. എവിടേക്കെങ്കിലും പലായനം ചെയ്യാൻ വിസ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഈ സമൂഹമുള്ളത്. 35 കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയെ കണ്ട് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആത്മകഥയ്ക്ക് തന്നെ അദ്ദേഹം ആ പേരിട്ടത്, വെയിറ്റിംഗ് ഫോർ എ വിസ. പക്ഷെ രാജ്യം നമുക്ക് പിന്നെ കണ്ടതെന്താണ്? ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കൈവരിച്ചപ്പോൾ അന്ന് ആ ഡോക്ടർ അംബേദ്കർ തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായി മാറ്റപ്പെട്ടത് എന്നുള്ളത് അന്ന് രാജ്യം ഭരിച്ച മഹാരഥന്മാരായ ആളുകൾ കാണിച്ച ഈ പ്രശ്നത്തോടുള്ള സമീപനത്തെ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം കയ്യിലുള്ള ഏറ്റവും മഹത്തരമായ ആയുധമാണ്, കൈപ്പുസ്തകമാണ്. ആ ആയുധം അതാണ് നമ്മളെ നിലനിർത്തുന്നത്. അവിടെ ഇവിടെയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഭരണഘടന എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അസ്വസ്ഥമാകുന്നുണ്ട്.
പക്ഷേ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ ആത്മാവാണ് എന്ന് തിരിച്ചറിയുന്നവരാണ് നമ്മളെല്ലാവരും. അത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾ ഏതറ്റം വരെയും മുന്നോട്ട് പോകുമെന്ന് സൂചിപ്പിക്കും. രാജ്യത്തെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ശരിയാണ്, ഇന്നും നമ്മുടെ സർവകലാശാലകളിൽ ഇപ്പോൾ ഒരുപാട് കാലഘട്ടം കഴിഞ്ഞുപോയി, ഇന്നും നമ്മുടെ സർവകലാശാലകളിൽ ജാതിയുടെ പേരിൽ അതുപോലെ പീഡനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ IIT-കളിൽ പോലും സർവകലാശാലകളിൽ പോലും ഉണ്ടാകുന്ന ആത്മഹത്യകളുടെ കണക്കെടുത്താൽ ആ ആത്മഹത്യകളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയാൽ പാർലമെന്റിൽ തന്നെ ഒരു പ്രാവശ്യം എനിക്ക് ഉത്തരം കിട്ടുകയുണ്ടായി. പ്രധാനപ്പെട്ട ഇത്തരം ആത്മഹത്യകൾക്ക് പിന്നിൽ ഈ ജാതി വിവേചന ഫലമായിട്ടുണ്ടാകുന്ന സംഘർഷങ്ങളാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും എത്രയോ കാലം നമ്മൾ മുന്നോട്ട് പോയിട്ടും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അട്രോസിറ്റികൾ ഇവിടെ സൂചിപ്പിച്ചു. പട്ടികജാതിക്കാർക്കെതിരായി പട്ടികവർഗക്കാരായിട്ടുള്ള അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ഏറ്റവും ശക്തമായ സംരക്ഷണം ഉണ്ടായിട്ടും അത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാം. രോഹിത് വെമുലയെ പോലെയുള്ളവരുടെ നിയമം നിർമ്മിക്കേണ്ടി വരുന്നതാണ് നമ്മുടെ നാട്ടിൽ. അത്തരം രോഹിത് വെമുലയ്ക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്ന നാടായിട്ട് നമ്മുടെ നാടുണ്ടാക്കേണ്ടി വന്നിരിക്കുന്നു. ചില സംസ്ഥാനങ്ങൾ അത്തരം നിയമങ്ങളുമായി മുന്നോട്ട് വരേണ്ട അവസ്ഥയുണ്ടായി. ഇതിനൊക്കെ മാറ്റം ഉണ്ടായേ പറ്റൂ. അതിന് ശക്തവും നിതാന്തവുമായ പരിശ്രമം ഉണ്ടാകണം. നമ്മുടെ കേരളം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മാറി മാറി ഭരിച്ച ഗവൺമെന്റുകളും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടവും ഒക്കെ തന്നെ ഈ മണ്ണിൽ അതിന് ശക്തമായിട്ടുള്ള അടിത്തറ പാകിയിട്ടുണ്ട്. ഇത്തരം സാമൂഹ്യ വിപത്തുകൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ, അല്ല യുദ്ധത്തിന്റെ കാര്യത്തിലായാലും തൊട്ടുകൂടാനും ഇതൊക്കെ എതിരായിട്ടുള്ള പോരാട്ടത്തിൽ കേരളം ഒന്നായി നിലകൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ കഴകക്കാരൻ ഒരു സമുദായത്തിൽപ്പെട്ടവനായതുകൊണ്ട് കഴകം നിയമിക്കാത്ത അവസ്ഥയും ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മളിതൊക്കെ പറയുമ്പോൾ അത് വിസ്മരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ഗവൺമെന്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുണ്ടായി. ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കേണ്ടതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ CNDG റിപ്പോർട്ട് ഞാൻ നോക്കിയപ്പോൾ നമ്മൾ പരിശോധിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്ന CNDG റിപ്പോർട്ടുകൾ പരിശോധിച്ചപ്പോൾ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിന് വേണ്ടി ശരിയാണ് തുക നീക്കി വെക്കുന്ന കാര്യത്തിൽ നമ്മൾ മുന്നിലാണ്. പക്ഷെ ചെലവഴിക്കുന്ന കാര്യത്തിലോ, ചെലവഴിച്ച കാര്യത്തിൽ വളരെ ശക്തമായ വിമർശനങ്ങളാണ് CNDGയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. കുട്ടികളുടെ സ്റ്റൈപ്പൻഡ് വരുന്ന കാര്യത്തിൽ എന്തിനേറെ പറയുന്നു, ഭൂമിയുടെ കാര്യം പറഞ്ഞു. പട്ടികജാതിക്കാർക്ക് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഭൂമി കണ്ടെത്തിയപ്പോൾ ആ ഭൂമി വാസയോഗ്യമല്ലാത്ത അവസ്ഥ ഉണ്ടായി എന്ന് പോലും ആ റിപ്പോർട്ടിനകത്ത് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ ഉണ്ടായിട്ടുണ്ട്. ഈ അപാകതകൾ എവിടെ നിന്ന് ഉണ്ടാകുന്നു എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് നമുക്കാദ്യമായിട്ട് ഒരു പട്ടികജാതിക്കാർക്ക് വേണ്ടി ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായ നാടാണ് കേരളം. അവർ സമൂഹം പടുത്തുയർത്താൻ വേണ്ടി ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായ നാടാണ് കേരളം. അന്ന് ആ ഒരു കാര്യം ശ്രദ്ധേയമായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നോക്കിക്കാണുന്ന കാര്യമാണ്. അപ്പം അത് ഞാൻ പറഞ്ഞു വന്നത്, പട്ടികവർഗ സമൂഹത്തിന് കൊടുക്കുന്ന തുക എവിടെയൊക്കെയോ ചെലവഴിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോഴും കൃത്യമായിട്ട് അത് പരിശോധിക്കാനും അത് ഉറപ്പുവരുത്താനുമുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇവിടെ പറയേണ്ട കാര്യം തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു. പല റിപ്പോർട്ടുകളും പല ഓഡിറ്റ് റിപ്പോർട്ടുകളും പല പരിശോധനകളും ഒക്കെ ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ടെങ്കിലും അവസാനം കാലാവധി തീരുമ്പോൾ കൊല്ലവർഷം ആകുമ്പോൾ എങ്ങനെയെങ്കിലും കണക്കൂട്ടി തീർക്കുമ്പോൾ ഏറ്റവും ഒടുക്കം വെട്ടിക്കുഴിക്കുന്നത് പട്ടികജാതിക്കാർക്ക് അനുവദിച്ച ഫണ്ടായി മാറുന്നു എന്നുള്ളതാണ് കാര്യം. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ശരിയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടുള്ള അതിൽ ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി ആകുന്നത് പട്ടികവർഗ സംവരണത്തിൻ്റെ ആനുകൂല്യം നഷ്ടപ്പെടുകയാണ്. എത്ര കോർപ്പറേറ്റുകളിൽ പട്ടികവർഗക്കാർ അവരെടുക്കുന്നുണ്ട്? എത്ര സ്വകാര്യ കമ്പനികൾ എടുക്കുന്നുണ്ട്? ഇല്ല. അത് ശരിയായ കാര്യമാണ്. പക്ഷെ അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കേരളത്തിൽ പോലും പിൻവാതിലൂടെ ഒരുപാട് ആളുകൾ എടുക്കുമ്പോൾ അത്തരം ആളുകൾക്കും കിട്ടാത്ത ഒരു ആനുകൂല്യം ആ ഒറ്റ പിൻവാതിൽ നമ്മൾ കണ്ടാലും വളരെ തുച്ഛമാണ് ഈ പട്ടികവർഗക്കാർ കടന്നു വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഞാൻ അതിദീർഘമായി പ്രസംഗത്തിലേക്ക് തിരിയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഉള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്ന, ധീരമായ നിലപാടെടുക്കാൻ കഴിയുന്ന ഒരു നേതാവാണെന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായി തെളിയിച്ചിട്ടുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ പല നിലപാടുകളും ഈ സമൂഹത്തിന് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകളിൽ യോജിക്കുന്ന ഒരാൾ തന്നെയാണ് ഞങ്ങളെല്ലാം. ദേശീയ തലത്തിൽ ഞങ്ങൾ എടുക്കുന്ന നിലപാടുകളിൽ ഇപ്പോൾ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ്. ഈ സമൂഹം എവിടെയൊക്കെ തന്നെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് ചെന്നെത്തി അവരോടൊപ്പം നെഞ്ചോട് ചേർത്ത് നിന്ന് അവരോടൊപ്പം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ജാതി സെൻസസിൻ്റെ കാര്യം അദ്ദേഹം പറയുണ്ടായി, മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയുണ്ടായി. ഇത്തരം കാര്യങ്ങളിൽ ആശങ്കകളൊക്കെ തന്നെ ആ ഉയർത്തിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് KPMS നിലപാട് അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. KPMS നിലപാടാണത്. ആ നിലപാട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ ആ നിലപാടുകളായി കണ്ടുകൊണ്ട് തന്നെ ഒരു കാനനക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെ സ്ത്രീ സ്വാതന്ത്ര്യമായി ചേർത്ത് വെക്കുന്നത് ശരിയായ കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾ ആരും അതിനെ അംഗീകരിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് എന്ന് വിനയപൂർവ്വം തന്നെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഓരോ അമ്പലങ്ങൾ നമ്മുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ഓരോ അമ്പലങ്ങൾക്കും അവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളുമുണ്ട്. അമ്പലങ്ങളിലെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഒന്ന് വിടുക. അത് വിടാതെ പിടിച്ചവർ ഇപ്പം മെല്ലെ അയക്കുന്ന ഒരു കാഴ്ച കേരളത്തിൽ കാണുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് പിന്നീട് മലക്കം മറിയുന്നതിനേക്കാൾ നല്ലത് ഈ നിലപാടുകൾ ആദ്യം തന്നെ നിൽക്കുന്നതല്ലേ നല്ലത്. വിശ്വാസത്തിൻ്റെ വഴിക്ക് വിടുന്നതല്ലേ നല്ലത് എന്നുള്ളത് ഞാൻ പങ്കുവെക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിപ്പോൾ ചർച്ചയിൽ കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കാണുന്നൊരു ശൂന്യതയുണ്ട്. കഴിഞ്ഞ കെ കരുണാകരൻ മുഖ്യമന്ത്രി എന്ന കാലത്താണ് ആദ്യമായി പട്ടികജാതി വകുപ്പ് കേരളത്തിലുണ്ടാകുന്നത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഈ വകുപ്പ് ആർക്കും കൊടുക്കില്ല, ഈ വകുപ്പ് ഞാൻ നേരിട്ട് കൈകാര്യം ചെയ്യും എന്ന് അദ്ദേഹം പറയണ്ടായി. പക്ഷെ ബഹുമാനപ്പെട്ട രാജനോട് ഇരിക്കുന്നുണ്ട്, കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമുക്ക് ആ വകുപ്പിൽപ്പെട്ട ആ പട്ടികജാതി സമുദായത്തിൽപ്പെട്ട ഒരാൾ മന്ത്രിയല്ലാത്ത ഒരേ ഒരു കാലഘട്ടം നടക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അത് സത്യത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ സമൂഹത്തിനും അവർക്ക് ഒരു മന്ത്രിയെ കിട്ടുന്നതുകൊണ്ട് നാട്ടിലെന്നുണ്ടാവുന്നുള്ളതല്ല ചോദ്യം. പക്ഷേ നമ്മുടെ നാട്ടിൽ അവർക്ക് അർഹതപ്പെട്ട ഒരു മന്ത്രിസ്ഥാനം എത്രയോ കാലങ്ങളായി നമ്മൾ സ്വീകരിച്ചു വരുന്ന കീഴ്വഴക്കം എന്തുകൊണ്ട് ഇപ്പോൾ അത് വേക്കൻ്റായി അവർക്ക് കിട്ടാതെയായി എന്നുള്ള കാര്യം ചിന്താവിഷയമാക്കേണ്ടതാണ്. KPMSൻ്റെ ഈ 2 ദിവസ സമ്മേളനം നമ്മുടെ നാടിൻ്റെ ചരിത്ര ഗതികൾ നിയന്ത്രിക്കുന്നതിൽ നിർണായകമാകും എന്നുള്ളൊരു സംശയം വേണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വരും കാലങ്ങളിലെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മുന്നോട്ട് ഞങ്ങൾ പ്രത്യേകിച്ച് UDF എന്നതിലിപ്പം മുഖ്യമന്ത്രിയോടെ പ്രസംഗിച്ചു. കോൺഗ്രസിൻ്റെയും UDFൻ്റെ പേരിൽ എനിക്ക് പറയാൻ കഴിയും, നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തി അടുത്ത ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളും കൂടി ഉണ്ടാവും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് ഭാവങ്ങൾ നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.